ഹലോ എവരിവൺ. ഇവിടെ യൂറോപ്പിൽ വന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഇവിടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സംഭവങ്ങളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്ക് ചിലത് അതിൽ നല്ലതായിട്ട് തോന്നി, ചിലത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് തോന്നിയ പ്രധാന വ്യത്യാസം വരുന്നത് കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ നമ്മൾ നാട്ടിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഭൂരിഭാഗവും ഗ്യാസ് സ്റ്റൗ ആണ്. അപ്പോൾ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇൻഡക്ഷനിലോട്ട് മാറി. അതായത് കേട്ടോ, ഈ രീതിയിലുള്ള 4 ഡിഫറെൻറ്റ് പോട്ടുകൾ വയ്ക്കാൻ പറ്റുന്ന നാല് വലിപ്പത്തിലുള്ള കുക്ക് ടോപ്പാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഹീറ്റിൻ്റെ പ്രശ്നമില്ല. അതുപോലെ തന്നെ കുക്കിംഗ് നടക്കുന്നത് മുഴുവൻ ഇലക്ട്രിസിറ്റിയിലാണ്. ഇപ്പോൾ ചൂട് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. പൊതുവെ ഇവിടെ തണുപ്പാണ്. അതുകൂടാതെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കുക്കിംഗ് വരുന്നത്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ചൂടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഗ്യാസിൻ്റെ കണക്ഷനോ അങ്ങനത്തെ പരിപാടികളോ ഗ്യാസ് ബുക്കിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊരു പ്രധാന വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നാട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടാണ്, കിച്ചണിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്ലൈമറ്റും കൂടി മോശമാണെന്നുണ്ടെങ്കിൽ തീരെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കിച്ചണിൽ നിൽക്കാം. അടുത്ത വ്യത്യാസം വരുന്നത് നമ്മുടെ വിൻഡോകളാണ്. ഇവിടുത്തെ വിൻഡോസ് കണ്ടോ, ഫുൾ ഗ്ലാസ് ആണ് വിൻഡോസ് വരുന്നത്. അത് ഭൂരിഭാഗം എല്ലാ സ്ഥലത്തും ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അഴികളോ ഇരുമ്പിൻ്റെ പരിപാടികളൊന്നും ഇവിടുത്തെ വിൻഡോസിൽ വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു വിൻഡോ ഫുൾ 2 വലിയ വിൻഡോസാണ്. നമ്മുടെ റൂമിൻ്റെ ഇത് നമ്മുടെ ബാൽക്കണിയുടെ വിൻഡോ ആണ്. ബാൽക്കണിയുടെ വിൻഡോ ഡോറ്, അതായത് ഇങ്ങനെ തന്നെയാണ്, ഇത് ഡോറായിട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഫുൾ ലെങ്ത്തിലാണ് ഇവിടുത്തെ ഗ്ലാസ് ഇട്ട ഒരു ഏരിയ വരുന്നത്. സോ നമുക്ക് വിൻഡോ ആണെങ്കിൽ വെളിച്ചം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കേർട്ടൻസ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് നല്ല വെളിച്ചം ആണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും ലെങ്ത്തുള്ള വിൻഡോ ഉണ്ടാവില്ല. നമ്മുടെ റൂംസിലും ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനെ, എല്ലാ അപ്പാർട്ട്മെൻറ്റുകളും ഇങ്ങനെയല്ല, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും പ്രധാന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പില്ല, ഇരുമ്പിൻ്റെ അഴികളോ സംഭവങ്ങളൊന്നുമില്ല. അത് എവിടെയില്ല. അത് സ്വിറ്റ്സർലാൻഡിൽ ഞാൻ വേറെ സ്ഥലത്ത് താമസിച്ചപ്പോൾ അവിടെയില്ല. മറ്റു ഫ്ലാറ്റുകളിൽ നമ്മൾ പോയി നോക്കിയപ്പോഴും ഈ പറയുന്ന ഇരുമ്പിൻ്റെ അഴികളുടെ പരിപാടി അത് യൂറോപ്പിൽ എവിടെ ഇല്ല തോന്നുന്നു. നമ്മുടെ നാട്ടിലാണ് മറ്റേ ഈ അഴികളുടെ സെറ്റപ്പ്. പിന്നെ മറ്റൊരു പ്രത്യേകത, കർട്ടൻസ് പുറത്താണ്, ഗ്ലാസിൻ്റെ പുറത്താണ് കർട്ടൻസ് വരുന്നത്. തുണിയുടെ കർട്ടനൊന്നുമല്ല, നോർമൽ ഇന്നത്തെ കർട്ടൻ. ഇപ്പോൾ കർട്ടൻസ് പുറത്ത് വരുന്നതുകൊണ്ട് തന്നെ മറ്റൊരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഈ കർട്ടനിൽ പൊടിയിരിക്കുന്ന പ്രശ്നമോ അതുകൊണ്ടുണ്ടാകുന്ന അലർജീസോ അങ്ങനത്തെ വിഷയംസൊന്നും ഇവിടെ വരില്ല. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ വിൻഡോ ആണ് കേട്ടോ. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇത് സ്വിച്ചാണ് കേട്ടോ. കേട്ടോ, ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായി. ഇതിൻ്റെ സ്വിച്ച് നമ്മുടെ ഇവിടെ ഉണ്ട്. ഇതാണ് സ്വിച്ച് വരുന്നത്. ഇത് നമുക്ക് പ്രസ് ചെയ്ത് താഴ്ത്തി കഴിഞ്ഞാൽ അടയും, കഴിഞ്ഞാൽ വെളിച്ചം വരും. ഇതും എനിക്കൊരു ഗുണമായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴികളുടെ മുകളിൽ പൊടിയിരിക്കുന്ന പരിപാടിയോ അതുപോലെ കർട്ടൻ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന പൊടികൾ, ഞാൻ ഇത്തിരി അലർജിക്കാണ്. സോ എനിക്ക് അങ്ങനത്തെ അലർജിയുടെ വിഷയങ്ങളൊന്നും ഇവിടെ വന്നപ്പോൾ വളരെ കുറവാണ്. ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് എയർ ടൈറ്റാണ്. അപ്പോൾ അധികം പൊടി ഇൻസൈഡ് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ട്. അതും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്തൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത്, ചിലപ്പോൾ നാട്ടിൽ ഇങ്ങനെയുള്ള ഇത് ഓൾറെഡി ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല. ഞാൻ നാട്ടിൽ കണ്ടിരിക്കുന്ന ഫ്രിഡ്ജസ് മുഴുവൻ മുകളിൽ ഫ്രീസറും താഴെ ഫ്രിഡ്ജുമാണ് വരിക. ഇവിടെ കണ്ടോ, ഇവിടെ ഇതാണ് ഫ്രിഡ്ജ് വരുന്നത് നമ്മുടെ. കണ്ടോ, ഇതാണ് ഫ്രീസർ വരിക. ഫ്രീസർ നമുക്ക് താഴെയാണ് വരിക. കണ്ടോ, ഫ്രിഡ്ജ് എന്നല്ല പറയുക, റെഫ്രിജറേറ്റർ എന്നാണ് എക്സാക്ട് വേർഡ്. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് നമുക്കത് ശീലമായി പോയി, മാറ്റാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എങ്ങനെയായാലും നമുക്ക് എടുക്കേണ്ട സാധനങ്ങൾ എവിടെ ഇരിക്കണമെങ്കിൽ അത് ആ രീതിയിൽ എടുക്കാം. അപ്പോൾ അതൊരു വ്യത്യാസമാണെന്ന് മാത്രം. അടുത്ത പ്രധാന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷ്റൂംസ് ആണ് കേട്ടോ. വാഷ്റൂം നിങ്ങൾ ഈ കാണുന്ന പോലെ കേട്ടോ, ഇങ്ങനെയാണ് വാഷ്റൂം വരിക. കണ്ടോ, ഇവിടെ കമ്മോഡ് വരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സ്പേസും കൂടിയാണ് വരിക. ചെറിയ വാഷ്റൂമാണ്.
നമുക്ക് 2 വാഷ്റൂമാണ് വരുന്നത്. ഇത് ചെറുത്, പിന്നെ ഒരു വലിയ വാഷ്റൂം ഉണ്ട്. 2 വാഷ്റൂം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അപ്പിയറൻസ് വരിക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിലാണ്, നമ്മളീ പറയുന്ന കേർട്ടൻ ഇട്ട് മറച്ച സ്പേസിലാണ് കുളിക്കുക നമ്മൾ. വാഷ്റൂം ടോയ്ലറ്റ് പോകുന്ന സമയത്താണ് ഈ ഒരു പൊസിഷൻ. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒഴുകി പോകാൻ യാതൊരുവിധ ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഈ കേർട്ടൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ കുളിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ വാഷ്റൂം വരിക. അത് യൂറോപ്പിൽ എല്ലാ സ്ഥലത്തും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുളിക്കുന്ന സ്പേസിൻ്റെ തൊട്ടപ്പുറത്ത് കേർട്ടന് ഇപ്പുറത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്കത് ഒഴുകി പോകാൻ ഇവിടെ ഹോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ കുളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ കുളിക്കുമ്പോൾ അങ്ങനെയാണ്. ഇവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ചിലപ്പോൾ വെള്ളം പോവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ വെള്ളം പോവാം, വാഷ്റൂം യൂസ് ചെയ്യുമ്പോഴൊക്കെ വെള്ളം പോവാം. പക്ഷേ നമുക്കത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി തുടച്ച് വൃത്തിയാക്കണം, അല്ലെങ്കിൽ അത് തുടയ്ക്കാനുള്ള വേറെ മോപ്പ് വെച്ച് നമ്മൾ തുടയ്ക്കണം. വെള്ളം ഒഴുകി പോവില്ല, അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഒഴുകി പോകാനുള്ള ഓപ്ഷൻ ഈ പറയുന്ന ഈ ഒരു സ്പേസിൽ മാത്രമേ ഉള്ളൂ. കുളിക്കുന്ന സ്പേസിൽ അതിൻ്റെ ഉള്ളൊരു ഹോളുണ്ട്, ചെറിയൊരു, അതൊരു ഇത്തിരി ഹൈറ്റിലാണ്. അതിൽ നിന്നിട്ടാണ് നമ്മൾ കുളിക്കുക. അപ്പോൾ വെള്ളം പോകാനുള്ള ഹോൾ അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിപ്പുറം വെള്ളം പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വാഷ്റൂം യൂസ് ചെയ്യുന്ന സമയത്ത്. എനിക്കത് അത്ര താല്പര്യമില്ല. ഇവിടെ എങ്ങനെയാണ് കോമൺ, എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. സോ നമ്മളത് ഉപയോഗിച്ചേ പറ്റൂ, അങ്ങനെ യൂസ് ചെയ്തേ പറ്റൂ. പിന്നെ അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഈ മെഷീൻ. ഇതെന്താ മനസ്സിലായോ? ഇത് നമ്മുടെ തുണികളൊക്കെ ഉണക്കുന്ന മെഷീനാണ്. നമ്മുടെ ഇവിടെയൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അതിൽ വാഷിംഗ് മെഷീൻ പ്ലസ് ഡ്രയർ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവിടെ നമുക്ക് ഡ്രൈ ചെയ്ത് വരുന്ന, എത്ര ഓട്ടോമാറ്റിക്കാണെങ്കിലും ഡ്രൈ ചെയ്ത് വരുന്ന തുണികൾ ഒരു പരിധി വരെ ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടോ, ഇത് നമ്മുടെ വാഷിംഗ് മെഷീനാണ്, ഇത് അതിൻ്റെ ഡ്രയറാണ്. അതിൻ്റെ മേലെ നമ്മുടെ വലിയൊരു വാഷ്റൂമാണ്, അതിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു സാധനം. പക്ഷെ ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ട്. നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തുണി എടുത്ത് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഈ സംഗതി ഉണങ്ങി നല്ല കുട്ടപ്പനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ശരിക്കും അഴുക്കോലും ഇടേണ്ട ആവശ്യം പോലും ഇല്ല. അഴുക്കോലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അഴയുടെ മുകളിൽ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൊണ്ടുപോയി നമുക്ക് വെറുതെ വെച്ച് മടക്കി വെക്കാവുന്ന ടൈപ്പിലായിട്ട് കിട്ടും. അത്രയും നീറ്റായിട്ട് നമുക്ക് ഈ സാധനത്തിൽ കിട്ടും. ഇതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ സംഗതി. ഞാൻ നാട്ടിൽ കാണാത്തൊരു സംഗതിയാണ്. ഇത് നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അടുത്തൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലഗ്സ് ആണ് കേട്ടോ. പ്ലഗ് പോയിന്റുകളില്ലേ നമ്മുടെ നാട്ടിലെ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ യൂറോപ്യൻ പ്ലഗുകൾ ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ ഈ രീതിയിലാണ് ഇവിടുത്തെ പ്ലഗ് പോയിന്റുകൾ വരിക. ഇത്രയേ ഉണ്ടാവുള്ളൂ ഹാള്. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി വീതി കൂടിയ ടൈപ്പാണ് വരിക. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മെഷീൻസ് എന്തെങ്കിലും ഇവിടെ കൊടുക്കും, മിക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഇവിടുത്തെ പ്ലഗുകളിൽ പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജേഴ്സ് ആണെങ്കിലും ഇവിടെ പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റില്ല. അതിന് ഇൻ്റർനാഷണൽ അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു സംഗതി കിട്ടും നാട്ടിൽ നിന്ന് പോയി മേടിക്കാം. അത് മേടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അതല്ലാണ്ട് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല കണക്ട് ചെയ്യാൻ. സോ അതില്ലാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻസ് അതൊരു 3-4 മേടിക്കേണ്ടി വരും നാട്ടിൽ നിന്ന് വരുമ്പോൾ. നമ്മൾ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 3-4 വാങ്ങിയിട്ട് വരികയും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഇവിടെ വന്നിട്ട് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടുത്തെ പിൻസൊക്കെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ നമ്മളിവിടെ വന്നൊരു ടി വി വാങ്ങി, ടി വിയുടെയൊക്കെ പിന്നെ ഓക്കെയാണ്, നമുക്ക് ഇവിടുത്തെ ഡയറക്റ്റ് പ്ലഗ് പോയിന്റിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. പക്ഷേ സാധാ നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്ത് ഞാൻ മിക്സി അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മുടെ ഹെയർ ഡ്രയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് എടുത്ത് പിൻസിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ഇൻ്റർനാഷണൽ അഡാപ്റ്ററും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങി വരണം. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. അതൊരു ഗുണമാണ്. പക്ഷേ നമുക്ക് ഈ കാര്യം അറിയുമെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കത് കൊണ്ടുവരാം. ഞങ്ങൾക്കത് അറിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ 2 അഡാപ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ അവിടെ നാട്ടിലെ എക്യുപ്മെൻറ്റ്സ് ഇവിടെ വർക്ക് ചെയ്യില്ല. ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ വർക്ക് ചെയ്യും. ഇനിയും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ, വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ അല്ലാതെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിൽ നമ്മൾ പോയി എന്ന് വിചാരിക്കുക. സൂപ്പർ മാർക്കറ്റ്സിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് തന്നെ ബില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണത്. കാരണം ഒരു കൗണ്ടറിൽ പോയിട്ട് ബില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് സെൽഫായിട്ട് ബില്ല് ചെയ്യാം. ഒരു മെഷീൻ ഉണ്ടാവും, മെഷീൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാർകോഡ് ഉണ്ട്, ബാർകോഡ് അടിച്ച് കൊടുത്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് പോയി കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെയുണ്ട്. നമുക്കവിടെ സ്വൈപ്പ് ചെയ്തിട്ട്
ക്യാഷ് പേയ്മെൻ്റ് ആണെന്ന് നമുക്ക് ഇപ്പുറത്ത് വരണം. അല്ല കാർഡ് സ്വൈപ്പിംഗ്, അതുപോലെ തന്നെ ട്വിൻറ്റി എന്നൊക്കെ പറയും. ഇവിടെ നമ്മുടെ നാട്ടിൽ UPI ചെയ്യണ പോലെ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വെച്ചിട്ട് നമുക്ക് ഒരു ബില്ലിങ്ങിൻ്റെ ഒരു കൗണ്ടറിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ ബില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ആളുകളെ ഭയങ്കര വിശ്വാസം തോന്നുന്നു ആളുകൾക്ക്. അതുകൊണ്ടായിരിക്കും, വേറെ ഇഷ്യൂസൊന്നുമില്ല. ആളുകളെല്ലാം കറക്റ്റായിട്ട് സാധനങ്ങൾ മേടിക്കുന്നു, ബില്ല് ചെയ്യുന്നു, പോകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നൈസായിട്ട് അതിനെ പറ്റിച്ച് ചിലപ്പോൾ പോകാനുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത് പ്രാവർത്തികമാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബില്ല് ചെയ്യാം. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ കയറുന്ന സമയത്ത്, അതായത് ആരും തമ്മിൽ ഒരു തിരക്ക് കൂട്ടിയിട്ട് നമ്മുടെ അവിടെയൊക്കെ ബസ് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താ, അല്ലെങ്കിൽ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താ, തിരക്ക് കൂട്ടി അങ്ങോട്ട് കയറും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാനുള്ളവർ ആദ്യം ഇറങ്ങിയ ശേഷം മാത്രമാണ് കയറാനുള്ളവർ കയറും. ഇറങ്ങുന്നവരെ ശല്യപ്പെടുത്താണ്ട് 2 സൈഡിലോട്ടായിട്ട് മാറി നിൽക്കും കയറുന്നവർ. ഇറങ്ങുന്നവർ നടുവിലൂടെ ഇറങ്ങി വരും, കയറുന്നവർ 2 സൈഡിലായിട്ട് വന്നിട്ട് ഇറങ്ങുന്നവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറിപ്പോകും. അത് ഒരുവിധം ഇവിടെ പാലിച്ചു പോകുന്ന ഒരു മര്യാദയാണ്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ വേറൊരു വ്യത്യാസം, എസ്കലേറ്ററിൽ പോകുമ്പോൾ നമ്മൾ മുകളിലോട്ട് നടന്ന് കയറി പോകുന്നവരാണ്. ഇപ്പോൾ എസ്കലേറ്ററിൽ തന്നെ നിന്ന് പോവില്ല, നടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ലെഫ്റ്റ് സൈഡിലൂടെ നടന്ന് കയറും. നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ മുകളിൽ കയറുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഒതുങ്ങി നിൽക്കണം. അതിവിടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മര്യാദയാണ്. ഇത്തരം മര്യാദകളൊക്കെ നമുക്ക് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഇപ്പോൾ എനിക്കൊരു ദോഷമായിട്ട് ഞാൻ പറയില്ല. വാഷ്റൂമിൻ്റെ ഒരു കേസ് ഒരു ദോഷമായിട്ട് തോന്നി. അതുപോലെ തന്നെ പ്ലഗ് പോയിൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റാത്തതൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊരു വിഷയമാണ്. പിന്നെ കാര്യമായ നമുക്ക് വലിയ രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്. അപ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഉഡായിപ്പുകൾ ഇവിടെ നടക്കില്ല. നമ്മൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ RP കാർഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ലിങ്ക്ഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ബയോമെട്രിക് അടക്കം അവരുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്താലും നമ്മൾ പിടിക്കപ്പെടും. സോ നമ്മുടെ നാട്ടിലെ അലമ്പുകളൊന്നും ഇവിടെ വന്നിട്ട് ചെയ്യാമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ചെയ്യുന്നവരുണ്ട്, ഇല്ലയെന്നല്ല. എന്നിരുന്നാലും പിടിക്കപ്പെടും. നല്ല രീതിയിലുള്ള ശിക്ഷകളും ഉണ്ടാവും, ഫൈൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടുത്തെ ശബ്ദങ്ങളുടെ പ്രശ്നങ്ങൾ, ശബ്ദങ്ങളുണ്ടായിട്ട് മറ്റാരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഫൈൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ ശിക്ഷാ നടപടികളെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ചെയ്യാൻ പാടില്ല, ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കുട്ടികൾ ബഹളം വയ്ക്കുകയാണെങ്കിൽ പോലും അത് ഇവിടെ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല. ആരും അത് ക്ഷമിക്കില്ല. കുട്ടികളാണെങ്കിൽ പോലും ഒതുങ്ങി. നമ്മളൊക്കെ മോളകളൊക്കെ നമ്മൾ ഇവിടെ ഓടി കളിക്കുമ്പോൾ പറയും, താഴത്തേക്ക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, ബിൽഡിങ്ങിന് താഴെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അവർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ പറ്റില്ല, നമ്മളിവിടെ ഇറങ്ങി കൊടുക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ സിറ്റിസൺസ് ആണ് താഴെ താമസിക്കുന്നത് വെച്ചെങ്കിൽ അവർ നേരിട്ട് പോയി കംപ്ലയിൻറ്റ് കൊടുക്കും. ഒരു മടി ഉണ്ടാവില്ല. അവർ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് മാറേണ്ടി വരും. അപ്പോൾ കുട്ടികൾ വരെ നമ്മളിവിടുന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ നിലത്ത് നമ്മൾ ചെരുപ്പിട്ട് ഓടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ചെരുപ്പിടാണ്ട് ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും താഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിവിടെ താഴത്തെ നമ്മുടെ മേലുള്ള ആളുകൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ശബ്ദം താഴേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഓടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും. അതൊന്നും അവർക്ക് ഇഷ്ടമല്ല, ഇവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചിലപ്പോൾ അതൊരു പ്രശ്നമായി മാറാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കി വളരെ വളരെ അത് ശ്രദ്ധിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിഷയമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് യൂറോപ്യൻ ജീവിതം. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ചെറിയ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. വലിയ ചേഞ്ചസ് ഒന്നുമല്ല, വലിയൊരു സംഭവമൊന്നുമല്ല. എന്നിരുന്നാലും എനിക്ക് തോന്നിയത് നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചെന്നുള്ളൂ. സോ അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.